വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്ന് അഫാന്റെ മൊഴി. കൂട്ട ആത്മഹത്യയ്ക്ക് തീരുമാനിച്ചിരുന്നുവെന്നും എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൂട്ടക്കൊല നടത്തിയതെന്നും പ്രതി മൊഴി നൽകി. അഫാന്റെ അമ്മ ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫാന്റെ മൊഴി. ഉമ്മയ്ക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. 12ഓളം പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയത്. അവർ പണം തിരിച്ചു ചോദിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഇതോടെ കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചു. എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചത്. ആദ്യം ആക്രമിച്ചത് ഉമ്മ ഷെമിയെ ആയിരുന്നു. രാവിലെ 11 മണിയോടെ അവരെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. തുടർന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം ധനകാര്യ സ്ഥാപനത്തിലെത്തി 1400 രൂപ വാങ്ങി. ഒരു കടയിൽ നിന്ന് പുതിയ രീതിയിലുള്ള ചുറ്റികയും മറ്റൊരു കടയിൽ നിന്ന് എലിവിഷവും വാങ്ങിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഉമ്മ മരിച്ചില്ലെന്ന് കണ്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ചതായും പ്രതി പോലീസിനോട് പറഞ്ഞു. തുടർന്നായിരുന്നു മറ്റു കൊലപാതകങ്ങൾ. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മൊഴികളിൽ അവ്യക്തതയുണ്ട്. പിതാവിന്റെ ഉമ്മയെയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതിന്റെ കാരണവും ദുരൂഹമാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ഇവർക്ക് ബന്ധമില്ല. സാമ്പത്തികമായി സഹായിക്കാത്തതിന്റെ വൈരാഗ്യമാകാം കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. ഷെമിക്ക് മാത്രം 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുത്തശ്ശിയെ കൊന്ന ശേഷവും അഫാൻ കടങ്ങൾ വീട്ടിയിരുന്നതായും പോലീസ് കണ്ടെത്തി. സൽമാ ബീവിയെ കൊന്ന ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ സ്വന്തം അക്കൗണ്ട് വഴിയാണ് അഫാൻ കടക്കാർക്ക് നൽകിയത്. ബാക്കി പണം ഉപയോഗിച്ച് ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയും ചെയ്തു. അനുജനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിന് സമീപം വിതറി. വിദേശത്ത് പിതാവ് കടബാധ്യതയിലായതും അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചിരുന്നു. ജീവിത നിലവാരം ഇടിഞ്ഞത് അഫാനെ അസ്വസ്ഥനാക്കിയിരുന്നെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ആക്രമണത്തിനിരയായ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട്. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഡോക്ടർമാരുടെ അനുവാദത്തോടെ ഷെമിയുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അഫാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ പരതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നു. അഫാന്റെയും കൊല്ലപ്പെട്ട കാമുകി ഫർസാനയുടെയും ഫോണുകൾ പരിശോധിക്കും. സൈബർ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂട്ടക്കൊലപാതകത്തിനിടെ പ്രതി അഫാൻ ബാറിലെത്തി മദ്യപിച്ചതായി സൂചന. 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബാറിലെത്തുകയും മദ്യവുമായി മടങ്ങിയ ശേഷം 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയെന്നുമാണ് കരുതുന്നത്. പ്രതിയെ വൈകാതെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പ്രതിയുടെ മാതാവ് ഷെമിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. വെറും 6 മണിക്കൂർ, ഇതിനിടെ 6 കൊലപാതക ശ്രമം. അതിൽ കഷ്ടി രക്ഷപ്പെട്ടത് ഒരാൾ മാത്രം. 6ഉം അതിക്രൂരം. ഈ സമയത്തിനിടയിലും പ്രതി മറ്റു പലതും ചെയ്തു. അതും ആർക്കും സംശയം തോന്നാത്ത വിധം. പാങ്ങോട് വാപ്പുമ്മയെയും 15 കിലോമീറ്റർ സഞ്ചരിച്ച് പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതി സഞ്ചരിച്ചെത്തിയത് വെഞ്ഞാറമൂട്ടിൽ ബാറിലേക്കാണെന്ന് സൂചന. ഈ കൊലപാതകങ്ങൾക്ക് മുമ്പ് മാതാവ് ഷെമിയെയും തലക്കടിച്ചു വീഴ്ത്തിയിരുന്നു. 4 പേരുടെ തലകൾ അടിച്ചു നുറുക്കിയിട്ടും ഒരു ഭാവവ്യത്യാസവുമില്ലാതെയായിരുന്നു അഫാന്റെ സഞ്ചാരം. 10 മിനിറ്റോളം ബാറിൽ ചിലവഴിച്ച് മദ്യപിച്ച ശേഷം മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയതെന്ന് കരുതുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് കാമുകിയെയും അനുജനെയും തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കാമുകിയെ കൊലപ്പെടുത്താനായി അനുജനെ തന്ത്രപരമായി ഭക്ഷണം വാങ്ങാൻ വിട്ട് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി. കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം അനുജനെ വീട്ടിലേക്ക് ബൈക്കിൽ കൊണ്ടുവന്ന് സമാന രീതിയിൽ തലക്കടിച്ച് വീഴ്ത്തി ജീവനെടുത്തു. പ്രതിയുടെ മനോനിലയും ലഹരി ഉപയോഗവും വൈദ്യസംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നു. ഇതിനുശേഷമാവും പോലീസിന്റെ ചോദ്യം ചെയ്യൽ. ന്യൂസ് 18 തിരുവനന്തപുരം.